വെൽക്കം ടു എഡ്ഗ്രൂ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫ്രീ കീം റാങ്ക് പ്രെഡിക്റ്റർ ആണ്. ആ റാങ്ക് പ്രെഡിക്റ്റർ യൂസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. സോ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ മേക്ക് എ കോപ്പി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളോട് കുറച്ച് ഇൻഫോർമേഷൻസ്, കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ടാവും. ബോർഡ് ഏതാ, ഫിസിക്സിൻ്റെ മാർക്ക് എത്ര, കെമിസ്ട്രിയുടെ മാർക്ക് എത്ര, മാത്സിൻ്റെ മാർക്ക് എത്ര, കീമിന് കിട്ടിയ മാർക്ക് എത്ര, മീൻസ് കീം എക്സാമിന് മാത്രമായിട്ട് കിട്ടിയ മാർക്ക് എത്ര, ഫൈനൽ സ്കോർ എത്ര, ഫൈനൽ സ്കോർ അല്ല ഇത് രണ്ടും, ഫൈനൽ സ്കോർ, റാങ്ക്, പിന്നെ വാണിംഗ് എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അത് ഞാൻ പറയാം. ഫൈനൽ സ്കോറും റാങ്കും ഇതിനെ ബേസ് ചെയ്തിട്ട് അവർ പ്രിഡിക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതെങ്ങനെയൊന്ന് വർക്ക് ചെയ്യണമെന്നൊന്ന് നോക്കാം. ഇപ്പോൾ 3 ബോർഡാണ് നമുക്കുള്ളത്: കേരള, ISC, പിന്നെ CBSE ബോർഡ്. അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്യാൻ പോണത് കേരള എന്ന് പറഞ്ഞ കേരള ബോർഡാണ്. KRAL കേരള. സോ ഇനിയിപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കോളങ്ങളുടെ കളർ മാറിയെന്ന് വരാം. അപ്പോൾ ജസ്റ്റ് അത് മാറ്റാൻ വേണ്ടി ടെക്സ്റ്റ് കളറിലോട്ട് പോവാം. ചൂസ് ബ്ലാക്ക്. അപ്പോൾ കേരള എന്ന് വരും. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും കളർ മാറ്റാം. എല്ലാ സെല്ലുകളുടെയും കളർ മാറ്റാം. ബിക്കോസ് വായിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ വൈറ്റ് കളർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താ അവിടെ വന്നേക്കണം എന്നുള്ളത്. ഞാനിവിടെ ഫിസിക്സിനൊരു 110 മാർക്ക്, ബിക്കോസ് കേരള ബോർഡ് ആയതുകൊണ്ട് തന്നെ 120-ലാണ് മാർക്ക് ഉള്ളത്. ഇവിടെ ഫിസിക്സിലൊരു 110, കെമിസ്ട്രിക്ക് ഒരു 110, മാത്സിന് ഒരു 118. കീം മാർക്ക് ഞാനിവിടെ കൊടുക്കുന്നത് ഒരു 250 ആണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് കീം ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് കീം റാങ്ക് എന്ന് പറഞ്ഞു വരും. സോ ഇവിടെ നമ്മളോടൊരു പെർമിഷൻ ചോദിക്കും. സോ ക്ലിക്ക് ഓക്കെ ചെയ്യാം. വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ഏതാണോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. മീൻസ് ഗൂഗിൾ അക്കൗണ്ട് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളോടൊരു വാർണിംഗ് മെസ്സേജ് വരും, പക്ഷെ അത് കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്യുക. ഗോ ടു അൺടൈറ്റിൽഡ് പ്രോജക്റ്റ്. ഈ വാർണിംഗ് വന്നത് ഗൂഗിളിൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. ബട്ട് ഇതിൽ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വൈറസുകളോ അങ്ങനെയൊന്നുമില്ല. സോ കണ്ടിന്യൂ. ഓത്തറൈസേഷൻ സക്സസ്ഫുൾ ആവും. കീ മാർക്ക് പ്രിഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരും. ക്ലിക്ക് ഓക്കെ. അപ്പോൾ നമ്മളിവിടെ കീ മാർക്ക് വന്നു. കീമിൻ്റെ ഫൈനൽ സ്കോറും വന്നു. റാങ്ക് മീൻസ് റാങ്കിൻ്റെ റേഞ്ച് എത്രത്തോളമാണെന്നുള്ളത് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്തു. ഇനി വാർണിങ്ങിൻ്റെ കേസ് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ CBSE ബോർഡ് ടൈപ്പ് ചെയ്തു. CBSE ബോർഡ് ടൈപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കറിയാം CBSEയുടെ മാർക്ക് എന്ന് പറയുന്നത് 100-ലായിരിക്കുള്ളൂ. ഫിസിക്സിൻ്റെയും കെമിസ്ട്രി, മാത്സിൻ്റെയൊക്കെ മാർക്കുകൾ ഔട്ട് ഓഫ് 100-ലായിരിക്കുള്ളൂ. പക്ഷേ നമ്മൾ ഇവിടെ 100-ന് മുകളിൽ അടിച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ ഒരു 100, ഫിസിക്സിനൊരു 100 ഇടുന്നോട്ടെ, കെമിസ്ട്രിക്ക് ഒരു 110, മാത്സിനൊരു 90 വന്നു. കീം മാർക്ക് അതുപോലെ തന്നെ കിടന്നോട്ടെ. ഇനി നമ്മൾ ഈ കുട്ടിയുടെ കീം റാങ്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കീം റാങ്ക് പ്രിഡിക്റ്റ് ആവും, ബട്ട് സ്റ്റിൽ ഇവിടെ ഒരു വാർണിംഗ് മെസ്സേജ് വരും. നമുക്കത് കാണാം. അപ്പോൾ ഇത് ലോഡായി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ക്ലിക്ക് ഓക്കെ. ഉണ്ടോ, മാർക്ക് എക്സീഡഡ് 100 ഫോർ CBSE ഓർ ISC, ഈ ഒരു വാർണിംഗ് വരും. അപ്പോൾ ഇതാണ് വാർണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഇത്
വളരെ കറക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയണില്ല ഈ റാങ്ക് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്യുന്ന റാങ്കുകളൊക്കെ, ബട്ട് അപ്രോക്സിമേറ്റ് റേഞ്ച് ആയിരിക്കുള്ളൂ. ഇതിൽ നിന്നൊരു 200-300 റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നുള്ളൂ. സോ ഇതിൻ്റെ ഈ റാങ്ക് പ്രിഡിക്റ്റർ യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരള സ്ട്രീമിന് മാത്രമാണ് നമ്മൾ 120 മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കേരള ബോർഡ് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആ കോഡ് ഇത് ബോർഡ് തിരിച്ചറിഞ്ഞിട്ട് ഈ 120 മീൻസ് 120 എൻ്റർ ചെയ്യുന്ന മാർക്കിനെ തിരിച്ച് 100 കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും 300 മാറ്റുന്നത് PCMന്റെ ടോട്ടൽ മാർക്ക്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എറർ വന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റാങ്ക് പ്രിഡിക്റ്റർ. ഈ റാങ്ക് പ്രിഡിക്റ്റർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റാങ്ക് പ്രിഡിക്റ്ററിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു വാട്സപ്പിന്റെ ലിങ്കും വാട്സപ്പ് ചാനലിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ഇനി കീം ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസും അതുപോലെ തന്നെ ഓരോ കോളേജസ് ചൂസ് ചെയ്യുമ്പോഴുള്ള ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ആ ചാനൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ആ ചാനലും മറക്കാതെ ജോയിൻ ചെയ്യാം. താങ്ക് യു.